ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി മുഹമ്മദിനിൽ മുസ്തഫ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട സ്റ്റേജിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പൂർവ വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും ഈ പ്രിയപ്പെട്ട സ്ഥാപനത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വളരെ ആവേശത്തോടെയുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനമാണ് ഞാനിവിടെ കണ്ടത്. ഇവിടെ വന്നു നോക്കുമ്പോഴാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുത്ത പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട ആളുകളെ കാണുമ്പോഴാണ് ആലിയ ഒരു മഹത്തായ വിദ്യാഭ്യാസ പ്രസ്ഥാനമായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ഇത്രയധികം പ്രധാനപ്പെട്ട ആളുകൾ പഠിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആലിയ എന്ന് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാന്യരായ ടി കെ അബ്ദുള്ള സാഹിബ്, കെ എൻ അബ്ദുള്ള മൗലവി, വി അബ്ദുള്ള ഉമരി, കെ മൊയ്ദ് മൗലവി തുടങ്ങിയ മഹാന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അവരും നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ആലിയയെ അതിൻ്റെ പൂർവ്വപ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ഉള്ള ശക്തമായ ശ്രമങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കപ്പെടുകയും ആലിയയുടെ അലുമിനി ആ ഒരു സ്വപ്നത്തോടുകൂടി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. തീർച്ചയായും അലുമിനിയുടെ പങ്കാളിത്തത്തോടുകൂടി ആലിയക്ക് അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു നടക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള വർത്തമാനമാണ് ഈ സെഷനിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ വഹീൻ്റെ വായനയാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വഹീനെ വായിക്കുന്ന പ്രക്രിയ, അതിനെ മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ, അതാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം. ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ ഇങ്ങനെ കാണുമ്പോൾ അത് വലിയ ഗൗരവമുള്ള, പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ വിജ്ഞാനങ്ങളും ദൈവികമാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിനെ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. എല്ലാ വിവരങ്ങളും കൊടുത്തുകൊണ്ടാണ് ആദമിനെ അള്ളാഹു ലോകത്തേക്ക് വിട്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ വിജ്ഞാനീയങ്ങളും ദൈവികമാണ് എന്നതോടൊപ്പം ഈ ദൈവിക വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം, അല്ലെങ്കിൽ സർവ്വവിജ്ഞാനങ്ങളുടെയും സ്രോതസ്സ് ആണ് വഹയ് എന്ന് പറയുന്നത്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് വേണ്ടി കണ്ടെത്തുന്ന
ഈ പ്രപഞ്ചത്തിൽ ഉള്ള മനുഷ്യനെ കണ്ടെത്തുവാൻ ഏൽപ്പിച്ചിട്ടുള്ള വിജ്ഞാനങ്ങളാണ് ബാക്കിയുള്ള വിജ്ഞാനങ്ങളെങ്കിൽ അള്ളാഹു നേർക്ക് നേരെ മനുഷ്യന് നൽകിയിട്ടുള്ള വഹിയ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനത്തെയാണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അള്ളാഹുവിൻ്റെ വഹിയ്, പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹ. ഖുർആൻ മാത്രമല്ല, ഖുർആനല്ലാത്ത വഹിയും പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. പ്രവാചകൻ്റെ നാവിലൂടെ വരുന്നത് അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങളാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ഖുർആൻ എന്ന വഹിയിന് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ബാക്കിയുള്ള വഹിയുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വഹിയുകളും, ഖുർആനിലൂടെയും പ്രവാചകൻ്റെ നാവിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിച്ചിട്ടുള്ള സകല വഹിയുകളും, ഈ വഹിയുകളെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വഹിയിനെ മനസ്സിലാക്കുന്നതിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ അത് അപര്യാപ്തമായാൽ, അത് മൊത്തം അള്ളാഹു മനുഷ്യരോട് സംസാരിക്കുന്നതിനെ മനസ്സിലാക്കുന്നതിലുള്ള അബദ്ധങ്ങളാണ്. ആ അബദ്ധം ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നേർക്ക് നേരെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അള്ളാഹ്ക്ക് മനുഷ്യനോട് പറയാനുള്ളത്, ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം. ഇന്ന് ഇത്രയും പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ നമ്മുടെ ഉമ്മത്ത് സമീപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൂടാ. പഴയകാല സമൂഹങ്ങൾ ഈ ഒരു ഗൗരവത്തോടു കൂടി ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വഹീനെ സമീപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ, പണ്ഡിതന്മാർ വളരെ മെനക്കെട്ട് വഹീൻ്റെ ആന്തരാർത്ഥങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഖുർആനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്, അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത്. ഇന്ന് പക്ഷേ നിർഭാഗ്യവശാൽ ഈ പഴയ തലമുറ എടുത്തിട്ടുള്ള പരിശ്രമങ്ങളെ ആവർത്തിച്ചു വായിക്കുന്നതിൻ്റെ ഒരു പേരായിട്ട് ഇസ്ലാമിക വിദ്യാഭ്യാസം മാറി. ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കാലാനുസൃതമാക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വിചക്ഷണർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ കാലത്തിനൊപ്പം നടത്തുവാൻ നിർഭാഗ്യവശാൽ നമ്മുടെ ഉമ്മത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വിദ്യാഭ്യാസത്തിലുണ്ടായ താളപ്പിഴകൾ, ഏതൊരു സമൂഹത്തിലും വിദ്യാഭ്യാസത്തിൽ താളപ്പിഴകൾ ഉണ്ടായാൽ ആ സമൂഹത്തിൽ താളപ്പിഴകൾ സ്വാഭാവികമാണ്. ഒരു സമൂഹത്തിൻ്റെ ഇസ്ലാഹ് വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഇസ്ലാഹിലൂടെ അല്ലാതെ സാധ്യമല്ല. വിദ്യാഭ്യാസത്തിൽ ഇസ്ലാഹ് സംഭവിക്കാതിരുന്നാൽ സമൂഹത്തിൽ ഇസ്ലാഹ് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ എന്തുകൊണ്ട് ഇസ്ലാഹ് വഴിമുട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നില്ല എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരിക, ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ഇസ്ലാഹ് നടത്തുന്നതിൽ മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ പ്രശ്നമല്ല. കുറേ കാലമായിട്ട് വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു പോരുന്ന ഒരു വിഷയമാണ്. വലിയ പണ്ഡിതന്മാർ, മഹാനായ ഇമാം മുഹമ്മദ് അബ്ദു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പ്
മഹാനായ പണ്ഡിതൻ ഇബ്നു ആഷൂർ തുടങ്ങിയ ആളുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഇബ്നു ആഷൂർ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കരണത്തെപ്പറ്റി എഴുതിയ പുസ്തകത്തിന് കൊടുത്ത പേര് അലൈസ സുബ്ഹു ബി ഖരീബ് എന്ന ഖുർആനിലൊരായത്താണ്. പ്രഭാതം സമീപസ്ഥമല്ലയോ? ഖുർആന് നമുക്കറിയാലോ, ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് ലൂത്തിൻ്റെ സമൂഹത്തെ ശിക്ഷിക്കാൻ വന്ന മലക്കുകളെ ലൂത്ത് പ്രയാസപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ഇവരൊക്കെ അള്ളാഹു ശരിയാക്കും. പ്രഭാതത്തോടുകൂടി ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, അവരുടെ അവസാനം സുബഹിയാണ്. സുബഹിയോടുകൂടി നിങ്ങളുടെ ഈ സമൂഹം അവസാനിക്കും. എന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അലൈസ സുബ്ഹു ബി ഖരീബ്, സുബഹി വളരെ അടുത്തല്ലേ, സമീപസ്ഥമാണ്. ഇത് പ്രഭാതം സമീപസ്ഥമാണ് എന്ന് ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ പറയാറുണ്ട്. ഖുർആനിലെ ആയത്ത് ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ആണ് മലക്കുകൾ പറയുന്നത് എങ്കിലും പ്രഭാതം സമീപസ്ഥമാണ്, ഇരുട്ട് മാറും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പം ഈ പ്രഭാതം സമീപസ്ഥമല്ലേ എന്ന ഈ ആയത്താണ് അദ്ദേഹത്തിൻ്റെ ഇബ്നു ആഷൂർ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ എഴുതിയ പുസ്തകത്തിന്, അതായത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ പരിഷ്കരണത്തിൻ്റെ ആവശ്യകതയും അതെങ്ങനെയെന്നും വിശദീകരിക്കുന്ന പുസ്തകത്തിൽ ആ പുസ്തകത്തിന് കൊടുത്ത പേര് ഇതായിരുന്നു. അദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മളൊക്കെ അഭിമാനപൂർവ്വം പറയാറുള്ള ജാമിഉ സൈത്തൂന, ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ജാമിഉൽ ഖുറവിയ്യീൻ, മൊറോക്കോയിലെ അൽ ഖുറവിയ്യീൻ, അതേപോലെ തന്നെ തുനീഷ്യയിലെ ജാമിഉ സൈത്തൂന, ഈ സൈത്തൂന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളാണ് മഹാനായ ഇമാം ഇബ്നു ആഷൂർ. അപ്പോൾ സൈത്തൂന യൂണിവേഴ്സിറ്റി ലോക പ്രശസ്തമാണ്. വലിയ പണ്ഡിതന്മാർ, അദ്ദേഹത്തെ പോലുള്ള വലിയ പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പുറത്തിറങ്ങി ആ യൂണിവേഴ്സിറ്റിയുടെ തന്നെ അധികാരിയായി മാറിയ ഇബ്നു ആഷൂർ താൻ പഠിച്ച സിലബസിനെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തി അതിൽ നിർദ്ദേശിച്ച പരിഷ്കരണങ്ങളുടെ ഒരു കൃതിയാണ് ഈ അലൈസ സുബ്ഹു ബി ഖരീബ് എന്ന് പറയുന്ന കൃതി. അപ്പോൾ അദ്ദേഹം ആ സിലബസിൻ്റെ ഒരു ഗുണഭോക്താവാണ്, അതിൻ്റെ ഒരു ഇര കൂടിയാണ്. നിങ്ങളെ ആലിയയിൽ പഠിച്ച, നമ്മളൊക്കെ ഇസ്ലാമിയ കോളേജുകളിൽ പഠിച്ച ആളുകൾക്ക് ഇസ്ലാമിയ കോളേജുകളിലെ സിലബസിനെ സംബന്ധിച്ച്, കരിക്കുലത്തെ സംബന്ധിച്ച് അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടത് ഇബ്നു ആഷൂർ സൈത്തൂന യൂണിവേഴ്സിറ്റിയുടെ സിലബസിനെ, കരിക്കുലത്തെ സംബന്ധിച്ച് പഠിച്ച് വിമർശനാത്മകമായി അതിനെക്കുറിച്ച് ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച അതുപോലെ നമ്മൾ പഠിച്ച സിലബസിനെ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന നിലക്ക് അതിൻ്റെ ഈജാബിയാത്തും അതിൻ്റെ സലബിയാത്തും, അതിൻ്റെ പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവും ഏറ്റവും അറിയുന്ന ആളുകൾ എന്ന നിലക്ക് ഈ കേരളത്തിൽ നിലവിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച്, അതിൻ്റെ കരിക്കുലത്തെയും സിലബസിനെയും സംബന്ധിച്ച് കാലാനുസൃതമാക്കുവാൻ എന്തെന്തൊക്കെ പുരോഗതികളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മെപ്പോലുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് നമ്മെപ്പോലുള്ളവരാണ്. ഏതായാലും ഒരു പരിഷ്കരണം വളരെ ആവശ്യമാണ്. ഇതെല്ലായിടത്തും അസ്ഹർ സർവകലാശാലയിൽ പഠിച്ച ഇമാം മുഹമ്മദ് അബ്ദു അസ്ഹർ സർവകലാശാലയെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ഖുർആൻ തഫ്സീർ ബിസ്മില്ല എന്ന് പറഞ്ഞ് തഫ്സീർ ഉസ്താദ് പഠിപ്പിക്കുന്നത് അത് ജാർ മജ്റൂർ, അതിൻ്റെ ബിസ്മില്ലയുടെ നഹവാണ് ഒരു ഖുർആൻ തഫ്സീർ പഠിപ്പിക്കുന്ന അധ്യാപകൻ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേസമയം ഈ ഖുർആൻ്റെ ആന്തരാർത്ഥങ്ങളിലേക്ക് പോകുവാൻ അസ്ഹറിലെ ഖുർആൻ അധ്യാപകന് സാധിക്കാത്തതിനെയാണ് ഇമാം മുഹമ്മദ് അബ്ദു വിമർശിച്ചത്.
അദ്ദേഹം കാര്യങ്ങളെ ബുദ്ധിപരമായി കാണുന്ന വഹീനെ അഖിലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അള്ളാഹുവിൻ്റെ വഹീനെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇമാം മുഹമ്മദ് അബ്ദു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതികളെ വിമർശനാത്മകമായി വിലയിരുത്തുകയും അനിവാര്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ദീനിൻ്റെ തജ്ദീദിനെ പറ്റി പറയാറുണ്ട്. ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ലഹാ ദീനഹ. എല്ലാ നൂറ്റാണ്ടിലും അല്ലാഹു ഈ ദീനിനെ നവീകരിക്കുന്ന, ഉമ്മത്തിൻ്റെ ദീനിനെ നവീകരിക്കുന്ന പരിഷ്കർത്താവിനെ അയക്കും എന്നതാണല്ലോ ഹദീസ്. അപ്പോൾ ദീനിനെ തന്നെ, ഉമ്മത്തിൻ്റെ ദീനിനെ തന്നെ നവീകരിക്കുന്ന ഒരു പരിഷ്കർത്താവ് ഓരോ നൂറ്റാണ്ടിലും എന്ന് ആണ് ഹദീസ് പറയുന്നത്. കാരണം വഹയിനെ, ദീനിനെ, ഉമ്മത്തിൻ്റെ ദീനിനെ നവീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് തജ്ദീദിൻ്റെ അർത്ഥം. ദീനിൽ തന്നെ ഈ തജ്ദീദ് ആവശ്യമായി വരുമ്പോൾ ഈ ദീനിനെ കൊണ്ടു നടത്തുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു തജ്ദീദ് വേണം എപ്പോഴും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ പാശ്ചാത്യൻ യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസ രംഗത്ത് അടിക്കടി പരീക്ഷണങ്ങളിലൂടെ നവീകരണങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒരു എപ്പോഴും ഇന്നൊവേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുരടിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയധികം പതിനായിരങ്ങളെയാണ് നമ്മളെ ഇന്ത്യ രാജ്യം എടുക്കുമ്പോൾ ദയോബന്ദ്, ദാറുൽ ഉലൂം, നദ്വ, ജാമിയത്തുൽ ഫലാഹ്, പള്ളി ദർസുകൾ, കേരളത്തിലെ നൂറുകണക്കിന് എല്ലാ വിഭാഗങ്ങളുടെയും മതസ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഓരോ വർഷവും പുറത്തുവിടുന്ന അത്രയും ശക്തമായ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സമുദായം, ആ സമുദായത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എവിടെ? നമ്മൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും അമേരിക്കയുടെ പ്രസിഡന്റുമാരിൽ 8 പേര് പഠിച്ചത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് നമ്മൾ പറയും. ദാറുൽ ഉലൂം ദയോബന്ദിൽ പഠിച്ച മഹാന്മാരുടെ പേര്, അവർ ഇന്ത്യ രാജ്യത്ത് പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ എത്ര വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മതസ്ഥാപനങ്ങളിലുള്ളത്. മത നവീകരണത്തിൽ പങ്കുവഹിച്ച എത്ര വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മതസ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്നത്. അവരിൽ വലിയ പാണ്ഡിത്യം, അഗാധമായ പാണ്ഡിത്യമുള്ള, മൗലിക ചിന്തയുള്ള ആളുകൾ, തോട്ട് ലീഡേഴ്സ് എന്ന് പറയാവുന്ന നേതൃശേഷിയുള്ള ആളുകൾ എത്ര പേരുണ്ട് എന്നൊക്കെ പരിശോധിച്ചാൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ എണ്ണം നമ്മൾ ചെലവഴിക്കുന്ന അധ്വാനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ എവിടെയാണ് ഒരു തകരാറുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ പാഠ്യ പദ്ധതികൾ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പാഠ്യപദ്ധതികളുടെ നടത്തിപ്പുകാരായ അധ്യാപകന്മാർ, അതുപോലെ തന്നെ പഠിതാക്കൾ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ക്യാമ്പസ് അന്തരീക്ഷങ്ങൾ, നമ്മുടെ തർബിയത്ത് രീതികൾ, ഇതിലൊക്കെ കാര്യമായ പരിഷ്കരണങ്ങൾ വന്നെങ്കിലേ നമുക്ക് മറ്റ് സമൂഹങ്ങളോട് മത്സരിച്ച് നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും നമ്മുടെ മതവിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച നവീകരണങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഇസ്ലാമിയ കോളേജുകളിൽ നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിയ കോളേജുകൾ അവയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു സ്തംഭനാവസ്ഥയിൽ, നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല